രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS ദേശദ്രോഹികൾക്കും രാഷ്ട്രവിരുദ്ധർക്കും എന്നും കണ്ണിലെ കരട്. പക്ഷേ ജന്മമെടുത്തിട്ട് ഒരു നൂറ്റാണ്ടാകാൻ പോകുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നവർക്ക് തീരെ മനസ്സിലാവില്ല അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഇതിൻ്റെ ആദർശ വിശുദ്ധിയെ. ജനിച്ചു വീണ ഈ മണ്ണിനു വേണ്ടി എൻ്റെ ശരീരം സമർപ്പിക്കുന്നു എന്ന് നെഞ്ചിൽ കരം ചേർത്ത് ദിവസവും പ്രതിജ്ഞ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ദേശഭക്തർ പ്രവർത്തിക്കുന്ന RSS ഒരു അത്ഭുതം തന്നെയാണ്. അതെ, RSS ഒരു മഹാത്ഭുതമാണ്. അത് ലോകം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. RSS സ്ഥാപകൻ പരമപൂജനീയ ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ മുതൽ RSS നേതൃത്വത്തിലെത്തിയവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷേ ഡോക്ടർജിയെപ്പോലെ തന്നെ RSS നേതൃത്വത്തിലെത്തിയവരെല്ലാം പ്രശസ്തി ആഗ്രഹിക്കാത്തവരായിരുന്നു. ഭാരതമാതാവിൻ്റെ പരമവൈഭവം എന്ന ഒരേ ഒരു ലക്ഷ്യവുമായി അരയും തലയും മുറുക്കി ഇറങ്ങിയ അവർ ഭാരതാംബയുടെ കൽക്കൽ അർപ്പിച്ച പൂജാപുഷ്പങ്ങളായി സ്വയം സങ്കല്പിച്ചു. മണവുമില്ല, നിറവുമില്ല, കേവലം വനപുഷ്പമീ ഞാൻ, എങ്കിലും നിൻ കാൽക്കലെത്താൻ ഭാഗ്യമരുളാൻ കനിയണേ എന്ന ഭാരതാംബയോടുള്ള പ്രാർത്ഥനയായിരുന്നു അവരുടെ ജീവിതം. സംഘശാഖ എന്ന അത്ഭുത വ്യക്തിത്വ വികസനശാലയിലൂടെ ലോകത്തിന് ജയിക്കാൻ കഴിയാത്ത ശക്തിയും ലോകം തലകുനിച്ചു വണങ്ങുന്ന സുശീലവും തിരിച്ചറിവ് നൽകുന്ന തെളിഞ്ഞ ബുദ്ധിയും വീരവ്രതവും ധ്യേയനിഷ്ഠയും സ്വായത്തമാക്കിയ ലക്ഷക്കണക്കിന് സ്ഫടിക സമാന വ്യക്തിത്വങ്ങൾ ഇന്ന് രാഷ്ട്രത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രശസ്തി ആഗ്രഹിക്കാതെ രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിച്ച് പ്രവർത്തിക്കുക എന്ന RSSൻ്റെ പ്രവർത്തന രീതി കൊണ്ട് പലരുടെയും കഴിവുകൾ ലോകം അറിയുന്നത് അധികാര കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ്. അങ്ങനെ RSSലൂടെ വളർന്നു വന്ന രണ്ടുപേർ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചു. അവർ രണ്ടുപേരും ലോക ആദരണീയരായി മാറിയതും നാം കണ്ടു. ഒന്നാമതായി അടൽ ബിഹാരി വാജ്പേയി, ഇപ്പോൾ നരേന്ദ്രമോദിയും. പക്ഷേ ഇതേപോലെ പതിനായിരക്കണക്കിന് ഈശ്വരതുല്യ വ്യക്തിത്വങ്ങൾ നിശബ്ദമായി RSSൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് RSS. അവർ പ്രശസ്തി ആഗ്രഹിക്കാത്തവരാണ് ഡോക്ടർജിയെ പോലെ. RSSനെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ RSS സ്ഥാപിച്ചത് ഡോക്ടർ കേശവ് ബൽറാം ഖഡ്ഗേവാർ എന്ന വ്യക്തിയാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അറിയുന്നത് അദ്ദേഹം അന്തരിച്ച് വീണ്ടും 49 വർഷങ്ങൾ കഴിഞ്ഞ് 1989 സ്വയംസേവകർ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിച്ചപ്പോഴാണ്. അതാണ് RSS. സംഘടന എന്നർത്ഥം വരുന്ന സംഘം എന്ന വാക്കിനെ സ്വന്തം വെളിപ്പേരായി മാറ്റിയ അത്ഭുത സംഘടനയാണ് RSS. ദൂരെ നിന്ന് നോക്കി വിമർശിക്കാതെ അടുത്തു വന്നറിയൂ RSSനെ. ലക്ഷക്കണക്കിന് വാജ്പേയിമാരെയും നരേന്ദ്രമോദിമാരെയും വാർത്തെടുക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തെ. വന്ദേ മാതരം.